അല്ല ഞാൻ പറഞ്ഞ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് എല്ലായിടത്തും ഓടി എത്തണമെന്നുള്ള രീതിയിലല്ല പറയുന്നത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അദ്ദേഹത്തിനെ സഹായിക്കാനും അസിസ്റ്റ് ചെയ്യാനുമായിട്ടുള്ള ഒരുപാട് ഓഫീസർമാരുണ്ട്. ആ ഓഫീസർമാരെല്ലാം ഗ്രൗണ്ടിലാണ്. DFOമാരെ അദ്ദേഹം ഏൽപ്പിക്കണം. DFOമാർ അവിടെ നിന്ന് അപ്പോൾ തന്നെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ DFOയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരു ഉത്തരവ് ഇറക്കാവുന്നുള്ളൂ. ഞാൻ പറയുന്നത് ഒരു സിംഗിൾ വ്യക്തി എല്ലായിടത്തും ഓടി ചെല്ലണം എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്. DFOമാർ എല്ലാ ജില്ലകളിലും എല്ലാ ഫോറസ്റ്റ് ഡിവിഷനുകളിലും ഓരോ DFOമാർ അവരെല്ലാം IFS ഓഫീസർമാരുമാണ്. അപ്പോൾ അവരെല്ലാവരും ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ള ഓഫീസർമാരൊന്നുമല്ല. അപ്പോൾ ആ പറയുന്ന ഓഫീസർമാരെ അദ്ദേഹം ഡെലിഗേറ്റ് ചെയ്തിട്ട് ആ ഡെലിഗേഷൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ആക്ഷൻ എടുക്കേണ്ടതിൻ്റെ അത്യാവശ്യം. കാരണം നമ്മളിപ്പോൾ കണ്ടതാണ് എത്രയോ 1600 പേരാണ് കഴിഞ്ഞ വർഷം മാത്രമായിട്ട് ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതെ, ഇന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സർക്കാർ ഏതെങ്കിലും രീതിയിലൊന്ന് ആക്ട് ചെയ്യേണ്ടത്. ഇത് ആക്ട് ചെയ്യാത്ത ഒരു സർക്കാരായി മാറുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഓഫീസർമാർ ആക്ട് ചെയ്തില്ലെങ്കിലും സർക്കാരായിട്ട് ആക്ട് ചെയ്തില്ലെങ്കിലും ജനങ്ങൾക്കാണ്. ജനങ്ങൾ മരിച്ചു വീഴുകയല്ലേ. ആന ഓടി വരുമ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും സംരക്ഷണം വേണ്ടേ? അതുപോലെ തന്നെ ഇന്നലെ ഞാൻ പാർലമെന്റിൽ ഞാൻ ഉന്നയിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെൻസിങ്, അതായത് ഈ ബോർഡർ വില്ലേജുകളിലുള്ള ഗ്രാമങ്ങൾക്ക് ഒരു വേലിക്കെട്ടോ അല്ലെങ്കിൽ കിടങ്ങുകളോ ആ ഫെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ബജറ്ററി അലോക്കേഷൻ വേണമെന്ന് ഞാൻ ഇന്നലെ ബജറ്റ് പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം സർക്കാരുകൾ തമ്മിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇത് ഒരുപാട് വർഷം മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇത് ഇപ്പോഴും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. ഒരു പോയിന്റ് ഈ കാടിറങ്ങുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം ആർക്ക്, അത് കൂടുതൽ ആളുകൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ വെടിവെക്കാനുള്ള ഉത്തരവിന് അധികാരം കൂടുതൽ ആൾക്ക് കൊടുക്കണം എന്നുള്ളത്. ഇതിനപ്പുറത്തേക്ക് ഈ മൃഗങ്ങൾ കാടിറങ്ങുന്നു എന്നുള്ളതാണ് വിഷയം. ആ വിഷയം അതിന് കാരണം എന്തെന്നുള്ളത് കണ്ടെത്തി പരിഹരിക്കാനുള്ള ഒരു വിപുലമായിട്ടുള്ള നടപടിയല്ലേ വേണ്ടത്. കാരണം ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യനെ ആക്രമിക്കുന്ന ഉറപ്പാണ്, നമുക്കൊക്കെ അതിന്റെ പേടിയുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ജീവിക്കാനുള്ള അവകാശം ഭൂമിയിൽ മൃഗങ്ങൾക്കുണ്ട്. ഇറങ്ങുന്നവർ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതല്ല. അപ്പോൾ എന്താണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം? കാട്ടിനുള്ളിൽ എന്തുകൊണ്ടാണ് ഈ മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്? അത് പരിഹരിക്കാനുള്ള സംവിധാനമല്ലേ ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് നിങ്ങൾ ആലോചിക്കേണ്ടത്. വെടിവെച്ച് കൊല്ലുക ഒറ്റൊരു പോയിന്റിൽ നിൽക്കുന്ന അല്ല. ഇത് ഞാൻ ഇറങ്ങുന്ന ജീവികളെ വെടിവെച്ച് കൊല്ലണമെന്നല്ല ഞാൻ പറഞ്ഞു. അക്രമകാരികളായിട്ടുള്ള അതുപോലെ തന്നെ മാനീറ്റേഴ്സ് ആയിട്ടുള്ള ഈ ജീവികളെ വെടിവെക്കാനുള്ള അധികാരം തന്നെയുള്ളൂ. അവരെയാണ് ആ മൃഗങ്ങളെ ഉദ്ദേശിച്ചിട്ട് ഞാൻ പറഞ്ഞത്. അത് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്ന മൃഗങ്ങളെല്ലാം വെടിവെച്ച് കൊള്ളണമെന്നല്ല പറഞ്ഞത്. പിന്നെ നിങ്ങൾ പറഞ്ഞതിൽ വളരെ അതാണ് അതിൻ്റെ മൂട്ട് പോയിന്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ മാനേജ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഈ വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് ഈ പറഞ്ഞ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരു ബൃഹത് പദ്ധതി കൊടുത്തിട്ട് ചെയ്യേണ്ടതാണ്. കാരണം അവർക്കും അവിടെ ജീവിക്കാനുള്ള അവകാശമുള്ളതാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ജീവിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം എന്തായാലും ഈ രണ്ട് സർക്കാരുകളും തീർച്ചയായിട്ടും മാനേജ് ചെയ്യേണ്ടതാണ്. അത് ഉത്തരവാദിത്തം അവരുടെ തന്നെയാണ്. ഈ ഫെൻസിങ്ങിൻ്റെ കാര്യത്തിൽ ഇന്ന് അങ്ങേക്ക് തന്നെ മറുപടിയിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ആവാസ വ്യവസ്ഥയുടെ വികസനങ്ങൾക്ക് അതുപോലെ പ്രൊജക്ട് ടൈഗർ, ഇൻഫിൻ ഇതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറീസിനും ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം ഫണ്ടുകളുടെ വിനിയോഗം ഒരു കൃത്യമായ രീതിയിൽ നടക്കാത്തതിന് കാരണമാകുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ പറയും ഫണ്ട് അലോക്കേറ്റ് ചെയ്തെന്ന്, കേരള സർക്കാർ പറയും ഫണ്ട് കിട്ടിയിട്ടില്ല എന്ന്. ഇത് എന്താ നടക്കണമെന്ന് നമുക്കറിയില്ല. നമുക്കിപ്പോൾ ആകെ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ അക്രമകാരികളായിട്ടുള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുകയും അത് ജീവൻ അപകടപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫെൻസിങ് എന്ന് പറയുന്നത് വലിയ കിടങ്ങുകൾ എന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് വലിയൊരു വിപത്തിലേക്കാണ് നാട്ടിൽ നയിക്കുന്നത്.